രാഹുൽ ഗാന്ധിയുടെ പിൻഗാമിയായി ഇനി പ്രിയങ്ക ഗാന്ധി മാറുന്നതിൽ വയനാടുകൾ പ്രതികരിച്ചു. 4 ലക്ഷത്തിലധികം വോട്ടുകളുടെ വൻ വിജയമാണ് കഴിഞ്ഞ പോരാട്ടത്തിൽ വയനാട്ടുകാർ തെളിയിച്ചത്. തന്നെ തിരഞ്ഞെടുത്തതിന് അവർക്ക് നന്ദിയെന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. മണ്ഡലത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ തുടരുകയാണ്. ബാലറ്റ് പറ്റി തുറക്കുന്നതിന് മുമ്പേ എതിരാളികൾ പോലും ഉറപ്പിച്ചെടുത്തേ അതായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ പുലർത്തിയ ആധിപത്യം അവസാനം വരെ നിലനിന്നു. ഒരു ഘട്ടത്തിൽ പോലും എതിരാളികളായ LDF തന്നെയും ചിത്രത്തിലേയുണ്ടായിരുന്നു. സഹോദരൻ രാഹുലിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം മറികടക്കാനായില്ലെങ്കിൽ 2024 രാഹുൽ ഗാന്ധി നേടിയ 3,64,000 വോട്ടിന്റെ ഭൂരിപക്ഷം 11 റൗണ്ട് പിരിച്ചപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധി പറയുന്നു. അത് എത്തി നിൽക്കുന്നത് 4,10,000 വൻ ഭൂരിപക്ഷത്തിലാണ്. ഓരോ പഞ്ചായത്തിലെ ജയിക്കുന്നു ആ വോട്ട് രണ്ട് കാര്യങ്ങൾ 2019 വോട്ടിംഗ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ വോട്ടിംഗ് പെർസെന്റേജ് 2019 കൂടുതലാണ്. വോട്ടർമാരുടെ അവർക്ക് സ്നേഹത്തിന് നന്ദി പറഞ്ഞ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും പ്രത്യേകം നന്ദി അറിയിച്ചു. ഇന്ത്യക്കാവട്ടെ 32,965 വോട്ടുകൾ. അതായത് വോട്ടിംഗ് ശതമാനത്തിന്റെ കുറവ് ബാധിച്ചത് LDF NDA ക്യാമ്പുകളെയാണ് എന്നർത്ഥം. അടിത്തട്ടിലുള്ള പ്രവർത്തകരെ വളരെ സജീവമായിട്ട് ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ സഹായത്തോടു കൂടെ തന്നെ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള വിലക്കുമായിട്ട് ഇതിനെ ഒരു പര്യവസാനം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം ലക്ഷങ്ങൾ മറികടന്നപ്പോൾ 5,406 പേരാണ് പ്രവർത്തകർക്ക് വോട്ട് ചെയ്തത്. ഔദ്യോഗിക MPയായി പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ അനൗദ്യോഗിക MPയായി സ്ഥാനമുണ്ടാകുന്ന രാഹുൽ ഗാന്ധിയുടെ ഉറപ്പുകൂടി വിശ്വസിച്ചാണ് വോട്ടർമാർ ഇത്ര വലിയ ഭൂരിപക്ഷം നൽകിയത്. വയനാട്ടുകാരുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രി നന്ദി പ്രകടിപ്പിക്കുന്നത്. വയനാട്ടിൽ വയനാട് പ്രിയങ്കയെ വിശ്വാസം അർപ്പിച്ചതിന് അഭിമാനമുള്ള രാഹുൽ ഗാന്ധി വയനാടിന്റെ പ്രകൃതിക്കും സമൃദ്ധിക്കുമായി പ്രിയങ്ക പ്രവർത്തിച്ചു. ധൈര്യത്തോടെയും അനുഭവത്തോടെയും അക്ഷരബോധത്തോടെയും വയനാടിനെ പ്രിയങ്ക നയിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ വയനാട്ടിലെ ജനങ്ങൾക്കും രാജ്യത്തിനും വേണ്ടിയുള്ള ശബ്ദമാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു. കോമഡിയിൽ തുടങ്ങി നീലം ട്രോളി ബാഗിലൂടെ പത്മപരസ്യം വരെ പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മുൻനിരയിലാക്കിയ ഘടകങ്ങൾ നിരവധിയാണ്. സരിൽ ഇടത് ക്യാമ്പിലെത്തി സ്ഥാനാർത്ഥിയായത് പ്രാദേശിക നേതാക്കൾ കൈവച്ച് പാർട്ടിവിട്ടതും പോരാട്ട നഗരിൽ ചോദ്യമായിരുന്നു. ഷാഫിയിൽ രാഹുലിന്റെ മുന്നിലുണ്ടായിരുന്നില്ല. പാർട്ടിയുടെ മറ്റുള്ള വിവാദങ്ങൾ ഉയർന്നപ്പോഴും തിരിച്ചു നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് പക്വരമാക്കി തുടങ്ങി. അടൂരിൽ നിന്ന് വഴി
ഒടുവിൽ പാലക്കാട് ഏറ്റവും വലിയ കുടുംബശ്രീ നേടിയ സകല വിവാദം ചെയ്യുന്ന പാലക്കാട് കോൺഗ്രസിന്റെ ചെറുപാളയത്തിലെത്തിയ സ്പീക്കറിൽ BDFന് വെല്ലുവിളിയായില്ല. തരംതിരിക്കുന്ന കോൺഗ്രസ് വോട്ടുകളിൽ കവിനക്കുന്ന CPM നേതൃത്വത്തിലെ പ്രചാരണ തന്ത്രങ്ങൾ തുടക്കം മുതൽ മാറി. പ്രചാരണത്തിന്റെ ഫലങ്ങളിൽ കഴിഞ്ഞ വാക്കുകൾ പറവേറുന്നു. തീർച്ചയായും 2 തവണ മൂന്നാം സ്ഥാനത്തായ CPMന് 5 സ്ഥാനാർത്ഥിത്വത്തിലായിരുന്നു പ്രതീക്ഷ. ജയിച്ചില്ലെങ്കിലും 5000 മുതൽ 8000 വരെ വോട്ടെങ്കിലും അധികം പ്രതീക്ഷിച്ചു. പക്ഷേ ഭൂരിപക്ഷം 723 നഗരസഭയിൽ വോട്ട് കൂടിയതോടെ കർണാടകയിലെയും മാത്തൂരിലെയും ഭൂരിപക്ഷം കൊണ്ട് 2ാം സ്ഥാനത്തെത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവസാന ലാപ്പിൽ അത് ഉണ്ടായില്ല. പ്രചാരണ തന്ത്രങ്ങൾ പാളിയതാണ് തിരിച്ചടിക്ക് പ്രധാന കാരണം. BJP-യുടെ RSS-ആയ മന്ത്രിമാരിലെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് മുന്നണിയിൽ പോയിട്ടില്ല. ഒടുവിൽ സന്ധ്യയിൽ പ്രവർത്തിച്ചതുവരെ പുകഴ്ത്തി പറഞ്ഞതെല്ലാം തിരുമേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കാൻ ഒരുക്കിയ കള്ളപ്പണ വിവാദവും ഒരു പൂർണ്ണമാക്കി. വിരോധപ്പെട്ടിരിക്കുന്നവരെ പോയതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്നതോടെ വിവാദം ഉന്നയിച്ചവർ കഴിയില്ല. ഡിസംബർ പ്രചാരണ ദിവസം ഇരു സംഘടനകളുടെയും മുഖപത്രത്തിൽ സന്ദീപാനോക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു കൊടുത്ത പരസ്യം വടകരയിലെ കാസിൽ സ്ട്രീറ്റ് ഷോട്ട് പോലെ തിരിച്ചടിയായി. യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും എല്ലാം മറച്ചുവെച്ചായിരുന്നു ന്യായീകരണം. നിഷ്പക്ഷമായി ചിന്തിച്ചു വരേണ്ടുന്ന മുദ്രകളെ രാഷ്ട്രീയമായി കച്ചവടം ചെയ്തു എന്നിപ്പോ ജില്ലാസെക്രട്ടറി പറഞ്ഞതിന് അടിവരയിടുന്ന രീതിയിലാണ് കണക്കുകൾ മനസ്സിലാവുന്നത്. 2ാം സ്ഥാനത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ തടസ്സമായത് ഞങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇപ്പോൾ താന്ത്രികമായി കാണുന്നത്. നേരത്തെ ഞങ്ങൾ വിലയിരുത്തിയതാണ് ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തണം. വോട്ട് കൂടാതെ CPMന് ആത്മപരിശോധന നടത്തേണ്ടത് CPMനെ വിശ്വസിച്ചിറങ്ങിയ കരുത്ത ഭാവിയാണ് മനോരമ. BJP എക്കാലവും വേട്ടയാടുന്നതാണ് പാലക്കാട്. 2ാം സ്ഥാനം നിലനിർത്താനായെങ്കിലും പാർട്ടി വോട്ടുകളിൽ നിന്നായ വൻ ചോർച്ചയ്ക്ക് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ മറുപടി പറയുന്നത്. ശോഭാസുരേന്ദ്രനെ ഒഴിവാക്കി നടക്കുന്ന ഉൾപ്പാർട്ടി പ്രശ്നങ്ങൾ സജീവ ചർച്ചയാക്കാൻ വരവിടയാക്കി. വന്നുള്ള നഗരസഭാ പരിധിയിൽ നിന്ന് മാത്രം 7000 വോട്ടുകൾ നഷ്ടമായത് എങ്ങനെ സ്ഥിരീകരിച്ചെന്ന് അറിയാതെ തുടങ്ങുകയാണ്. 1200 വോട്ടുകൾക്കെങ്കിലും ജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ നിന്നാണ് വോട്ട് കൊട്ട പളുങ്ക് പാത്രം കണക്കെ കഴിഞ്ഞത്. 2021 12 വോട്ട് ചെയ്തപ്പോഴാണ് UDFന് ആശ്വാസം നേടിപ്പിടിക്കാനായതെങ്കിൽ ഇത്തവണ 3ാം തവണയിൽ തന്നെ വരാൻ പോകുന്ന അറിയിച്ചു. മുതൽക്കടക്കമുള്ള പാർട്ടി വോട്ട് ചെയ്തപ്പോഴും കൃഷ്ണകുമാറിന്റെ ലീഡ് വെറും 1366 തുടങ്ങി. നഗരസഭയിലെ വോട്ടെണ്ണി തീർന്നപ്പോൾ ഈ സീറ്റിൽ 6000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നെങ്കിൽ ഇത്തവണ 1425 വോട്ടുകൾക്ക് പിറകിലായിരുന്നു BJP സ്ഥാനാർത്ഥി. അത്രയ്ക്കുണ്ടായിരുന്നു രാഹുലിന്റെ കാവിക്കോട്ടയിലെ വോട്ട്. വളരെ മൊത്തത്തിൽ വോട്ട് വിഷയമാണ്. നഗരസഭയിൽ മാത്രമല്ല ഒരു പഞ്ചായത്തിലും വോട്ടിൽ കമ്മിയായി. സ്വാഭാവികമായിട്ടും ബൈ-ഇലക്ഷൻ കൂടിയിട്ട് വോട്ടിൽ കമ്മിയായിട്ടുണ്ട്. ബൈ-ഇലക്ഷൻ മാത്രമല്ല പല ബൂത്തുകളിൽ നിന്നും ഇലക്ഷനുമായി 10, 20, 30 പേര് വോട്ട് വ്യക്തികളായിട്ട് കൃത്യമായ ഇൻഫർമേഷനുകൾ പലതവണയും പോരാട്ടത്തിലിറങ്ങിയ സ്ഥാനാർത്ഥിയോടുള്ള സ്വാഭാവിക മടുപ്പ്, ഭരണം കിട്ടിയിട്ടും അടിസ്ഥാന പ്രശ്നങ്ങളിൽ പരിഹരിക്കാൻ കഴിയാത്ത മുനിസിപ്പൽ ഭരണസമിതിയോടുള്ള പ്രതിഷേധം, സംസ്ഥാനികമായ മുനിസിപ്പൽ ചെയർപേഴ്സൺ അജയനെ അകാരണമായി മാറ്റിയതിനെ തുടർന്ന് പാർട്ടിക്കുള്ളിലേക്കായ പ്രശ്നങ്ങൾ തുടങ്ങി കാരണങ്ങൾ അനവധിയാണ്. SDP അടക്കം ജമാഅത്തെ ഇസ്ലാമി അടക്കം പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം കൂട്ടുപിടിച്ചു UDF നടത്തിയ പരിശ്രമങ്ങൾ, അതിനെ പ്രതിരോധിക്കാൻ LDF നടത്തിയ വർഗീയ പ്രചാരണങ്ങൾ, ഇതിനെല്ലാം ശരിയായ നിലയിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ കാലങ്ങളിലും അവരെടുക്കുന്ന സമീപനം ഇത്തവണ UDFന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു. എന്നാൽ സന്ധിമാരുണ്ടാക്കിയ പരിക്ക് പുറമേക്ക് അംഗീകരിച്ചില്ല. ഒരു വാരിലും ഒരു നായർക്കും ഒരു വാരിലും